അതിനെ കബളിപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ടാ. മനസ്സിലായോടാ? മനസ്സിലായി സാറേ. ഇങ്ങേരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ സാർ ഇങ്ങനെ പറയൂന്ന് ശരിക്കും മനസ്സിലായി. നിനക്ക് ഇതിലെന്തെങ്കിലും പറയാനുണ്ടോ? അയ്യോ ഇല്ല സാർ, എനിക്കൊന്നും പറയാനില്ല. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അത് ഈ വിഗ്രഹം കൂടെ എടുത്തോണ്ട് പോ. അത് ഞാൻ പത്മിയച്ചിക്ക് വേണ്ടി വാങ്ങിച്ചതാ. നമ്മളെ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു വിഗ്രഹം വീടിനകത്തേക്ക് വന്നാല് അതിനെ പരിപാലിക്കണം എന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. നന്ദിനി പറയുന്നതിലും കാര്യമുണ്ട്. വിഗ്രഹം വലിച്ചെറിയുന്നതൊക്കെ ഒരു പാപം. ഒരു കാര്യവുമില്ലാതെ അങ്ങനെ ഒരു പാപം നമ്മൾ ചുമക്കേണ്ട ആവശ്യം എന്താ? വാങ്ങിച്ച വിഗ്രഹം അവരുടെ പൂജാമുറി ഇരിക്കുന്നുള്ളൂ സാറേ. സാർ കിട്ടി സാർ. ഈ ഇൻഫർമേഷൻ എവിടെ നിന്നായിരുന്നു? സാർ അതൊരു അൺനോൺ നമ്പർ ആയിരുന്നു. അതൊന്ന് ചെക്ക് ചെയ്യണം. ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം. ഓക്കെ സാർ. ഇവന്മാര് അവരുടെ മൊഴിയിൽ ഉറച്ചു നിൽക്കാനല്ലേ? അതെ സാർ. അവരങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സാർ. കുഴപ്പമില്ല സാർ. താങ്കള് ഇപ്പൊ എന്നോട് മാന്യമായിട്ട് പ്രതികരിക്കെങ്കിലും ചെയ്തല്ലോ. ഇത്രയും അന്തസ്സോടെ ജീവിക്കുന്ന ഞാൻ ഒരു വിഗ്രഹമോഷണത്തിന് ഇറങ്ങിത്തിരിക്കില്ലെന്ന് താങ്കളെങ്കിലും വിശ്വസിച്ചല്ലോ. താങ്ക് യു വെരി മച്ച്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. എനിക്ക് വേണ്ടത് കൃത്യമായ തെളിവാ. അല്ലാതെ നീയൊക്കെ പ്രിപ്പയർ ചെയ്ത് വിളിച്ച് പറയുന്നതല്ല. കണ്ടുപിടിക്കാനുള്ള മാർഗം എനിക്കറിയാം. ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അതിനൊടുവിൽ തീരുമാനിക്കാം ആരാണ് തിന്മ ചെയ്തതെന്നും ആരാണ് നന്മ ചെയ്തെന്നും. കേറി പോടാ. എല്ലാരും കുറ്റപ്പെടുത്തുന്ന സത്യല്ലേ? ഞാൻ കാരണല്ലേ യതീന്ദ്രൻ സാറിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്? നന്ദിനി, സ്വന്തം മോളുടെ വിവാഹ നിശ്ചയത്തിന് പോലും പങ്കെടുക്കാൻ പറ്റാതെ മോഷണക്കുറ്റം ചുമത്തി പോലീസ് പിടിച്ചോണ്ട് പോവാന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? അതും സാറിന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാള്. ഒന്ന് നിർത്തുന്നുണ്ടോ? കുറെ നേരമായല്ലോ നീ ഇതും പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തുന്നു. ഇതിൽ നീ ചെയ്ത തെറ്റെന്താ? ഒരു വിഗ്രഹം വലിച്ചെറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് നിന്റെ ദൈവവിശ്വാസം. അത് വലിച്ചെറിയാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അത് ഇവിടെ എവിടെയെങ്കിലും കിടക്കുമായിരുന്നില്ലേ? വീടിനകത്തുനിന്ന് കണ്ടെടുത്താലും വീടിന് പുറത്തുനിന്ന് കണ്ടെടുത്താലും ഇത് തന്നെയല്ലേ അനുഭവം? അതെ, എന്നാലും എല്ലാരും എന്നല്ലേ പറയാ വിവേകൻ? നിന്നെ പറഞ്ഞ എന്താടി കുഴപ്പം? ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. യഥാർത്ഥത്തിൽ ഈ ഗംഗയും നീയും തമ്മിൽ എന്താ കണക്ഷൻ? എന്ത് കണക്ഷൻ? ഒരു കുടുംബം നശിപ്പിക്കാനാ അവൾ ആ വിഗ്രഹം അവിടെ കൊണ്ടുവന്നത്. പക്ഷെ അങ്ങനെ വരുന്ന ഒരുത്തിക്ക് കൃത്യമായി അറിയാം അവളെ പോലൊരാൾ കൊണ്ടുവരുന്ന വിഗ്രഹം ഒരു കാരണവശാലും ഈ കുടുംബം സ്വീകരിക്കില്ലെന്നും വീടിനകത്ത് വെക്കില്ലെന്നും. എന്നിട്ടും ഇത്രയും വില പിടിച്ച വിഗ്രഹം, അതും പ്രസിദ്ധമായൊരു ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട വിഗ്രഹം അവൾ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അതെടുത്തു വെക്കാനും സൂക്ഷിക്കാനും ഇവിടെ ഒരാളുണ്ടെന്ന് അവൾക്ക് ഉറപ്പ് വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ, നീയും അവളും തമ്മിലുള്ള ഇടപാടെന്താന്ന്. ഹരിത എന്തൊക്കെയാ ചോദിക്കുന്നത്? നന്ദിനി അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വീട്ടിലുള്ളവർക്ക് പോലും.
എന്നിട്ട് ഈ വീട്ടിലുള്ളവരാരും അങ്ങനെ പറയുന്നില്ലല്ലോ വിവേകെ. ഈ വീട്ടിലുള്ള എല്ലാവരും പറയുന്നത് ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാ. പിന്നെ നീയും ഭാര്യ ഇവളെ ന്യായീകരിക്കുന്നെ. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, കുറച്ചു നേരം മുൻപ് നിങ്ങൾ എന്നെ അപമാനിച്ച് സംസാരിച്ചു. ഞാനും വിവേകും അർഹതയില്ലാത്ത എന്തൊക്കെയോ ഏട്ടനിൽ നിന്നും കൈപ്പറ്റുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഞാനത് നിശബ്ദയായി കേട്ട് നിന്നതേ ഉള്ളൂ. ഓ, മനസ്സിലായി. അപ്പൊ ഭർത്താവ് അടുത്തില്ലാത്തത് കൊണ്ട് നീ നിശബ്ദയായി നിന്നങ്ങ് കേട്ടു. ഇപ്പൊ ഭർത്താവ് അടുത്തുണ്ട്, അതുകൊണ്ട് ഞാൻ സൂക്ഷിക്കണം. ആരാടി ഇവൻ? എന്റെ നേരെ നിന്ന് സംസാരിക്കാൻ എന്ത് യോഗ്യതയാണ് നിന്റെ ഭർത്താവിനുള്ളത്? കേക്കട്ടെ. കൂട്ടുകച്ചവടക്കാരനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കേറി വരുമ്പോ ലാഭം വീതിക്കായിരുന്നോ, അതോ പുതിയ പദ്ധതികൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യായിരുന്നോ? വീട്ടിൽ വന്ന പുതിയ അതിഥിയെ കുറിച്ച് സൂര്യ അല്പം മോശമായിട്ട് സംസാരിച്ചപ്പോ അവനെ തിരുത്താൻ ശ്രമിച്ചവനായി ഞാൻ. പക്ഷെ അത് വേണ്ടായിരുന്നെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്.